ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ കേരള പാഠാവലിയുടെ ചെറിയൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ് കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. നമ്മൾ ഓൾറെഡി കേരള പാഠാവലിയുടെ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1. ഡാലി അമ്മൂമ്മയെയും കിള്ളിയാറിനെയും ഇഷ്ടമായില്ലേ? ദിവസങ്ങൾക്കു ശേഷം ഡാലി അമ്മൂമ്മയും പുഴയും കണ്ടുമുട്ടിയപ്പോൾ എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക? ഒരു സംഭാഷണം തയ്യാറാക്കുക. പുഴ: ഞാൻ നിന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, പക്ഷെ എവിടെയും കണ്ടില്ല. ഡാലി അമ്മൂമ്മ: എന്തു പറയാനാണ്, അവരെല്ലാവരും കൂടി എന്നെ എവിടേക്കാണ് കൊണ്ടുവന്നത്. പുഴ: നീ സുഖമായിരിക്കുന്നോ? നിനക്ക് സുഹൃത്തുക്കളെ കിട്ടിയോ? ഡാലി അമ്മൂമ്മ: സുഹൃത്തുക്കളെ കിട്ടി, പക്ഷെ അവരാരും നിനക്ക് പകരമാവില്ലല്ലോ. നമ്മുടെ പെരുമ്പാമ്പിൻ കുഞ്ഞിന്റെ അവസ്ഥ എന്താണ്? പുഴ: അവൻ സുഖമായിരിക്കുന്നു. നിന്നെ കാണാത്തതിൽ ഞാനും അവനും ഒരുപാട് വിഷമിച്ചു. ഡാലി അമ്മൂമ്മ: എനിക്കും നിങ്ങളെ കാണാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്. നിന്റെ നിലവിളി കേട്ടപ്പോൾ എന്റെ ചങ്ക് പൊട്ടിപ്പോയി. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല എന്ന് വിചാരിച്ചു. പുഴ: ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. നിന്നെ ഒരുപാട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു. ഇപ്പോൾ നോക്ക്, നമ്മൾ രണ്ടുപേരും വീണ്ടും ഒരുമിച്ചു. ഡാലി അമ്മൂമ്മ: അതെ, ഇനി നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല. നിന്നെയും നമ്മുടെ നാടിനെയും പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പുഴ: വാ, നമുക്ക് കടലിലേക്ക് നീന്താം. പ്രവർത്തനം 2. നിങ്ങളുടെ സ്കൂളിൽ ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ പറയാനായി ഒരു പ്രസംഗം തയ്യാറാക്കി നോക്കൂ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മണ്ണ്. നട്ടും നനച്ചും ആരോഗ്യമുള്ള വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ പൈതൃകങ്ങളിൽ പെട്ടതാണ് മണ്ണും. ഡോക്ടർ വില്യം ബീബ് കണ്ടെത്തിയതുപോലെ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട്. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ മനുഷ്യർക്കും ഇവ ഉപകാരപ്രദമാണ്. പണ്ടെല്ലാം മുത്തശ്ശിമാർ മണ്ണിലേക്കായിരുന്നു കുട്ടികളെ കളിക്കാൻ പറഞ്ഞയച്ചിരുന്നത്. എന്നാൽ ഇന്നോ കുട്ടികൾ മണ്ണ് തൊടുന്നത് പോലും നമുക്ക് അറപ്പാണ്, വെറുപ്പാണ്. നമ്മൾ നേരെ ഒരു മൊബൈൽ ഫോൺ നീട്ടി വീട്ടിലിരുന്ന് കളിച്ചു എന്ന് പറയും, അല്ലേ? പക്ഷേ അത് എത്രത്തോളം കുട്ടികൾക്ക് ദോഷകരമാണെന്ന് നമ്മൾ ചിന്തിക്കില്ല. മറിച്ച് മണ്ണിലിറങ്ങിയാൽ അവരുടെ ഡ്രസ്സിൽ മണ്ണാകുമെന്ന് മാത്രമേ ചിന്തിക്കൂ. മണ്ണിലിറങ്ങിയാൽ അഴുക്കാകും, പക്ഷെ അതൊന്ന് കഴുകി കളഞ്ഞാൽ മാറ്റാവുന്നതേയുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ കുട്ടികൾക്ക് അസുഖങ്ങൾ മാറി മാറി വരുന്നത് കാണാം. ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നതിന് പകരം അവരെ മണ്ണിലേക്ക് വിടൂ. മണ്ണിൽ തന്നെയുണ്ട് അവരുടെ അസുഖങ്ങൾ മാറുവാനുള്ള മരുന്നുകൾ. പക്ഷെ ഇന്ന് മണ്ണുകൾ കാണുന്നതും കുറവ് തന്നെയാണ്. എല്ലാ വീടിന്റെ മുറ്റവും കോൺക്രീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നു. ഭൂമിയിലേക്ക് വെള്ളം താഴാൻ അനുവദിക്കാതെ സിമന്റ് മൂടിയിരിക്കുന്നു. ഇന്ന് ലോക മണ്ണ് ദിനമായതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. മണ്ണിന്റെ പരിപാലനവും സംരക്ഷണവും നമ്മൾ ഉറപ്പാക്കും. അതിനുവേണ്ടി മരങ്ങൾ നട്ടുപിടിപ്പിക്കും. പരമാവധി വെള്ളം ഭൂമിയിൽ താഴാൻ അനുവദിക്കും. തികച്ചും ജൈവ കൃഷികൾ മാത്രം ചെയ്യും. രാസവളങ്ങൾ മണ്ണിൽ പ്രയോഗിക്കുന്നത് നിർത്തലാക്കും. ഒരിക്കൽ കൂടി മണ്ണിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്, നമ്മുടെ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രവർത്തനം 3. സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾ വായിക്കാനിടയായ യാത്രാ വിവരണം പുസ്തകം വിശദീകരിച്ചുകൊണ്ട് കൂട്ടുകാരിക്ക് കത്തെഴുതൂ. കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം സ്ഥലവും തീയതിയും എഴുതുക കേട്ടോ. മലപ്പുറം 11/12/2024. പ്രിയപ്പെട്ട ഉണ്ണിക്ക്, നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. എനിക്കിവിടെ സുഖം തന്നെ. എങ്ങനെയുണ്ട് നിന്റെ സ്കൂൾ ജീവിതമൊക്കെ? പാഠഭാഗങ്ങളൊക്കെ ഇഷ്ടമായോ? ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മലയാളത്തിൽ ചില യാത്രാ വിവരണങ്ങൾ ടീച്ചർ എടുത്തു. വളരെ മനോഹരമായ പാഠഭാഗങ്ങൾ. വായിക്കുമ്പോൾ തന്നെ ആ സ്ഥലങ്ങളെല്ലാം നമ്മുടെ കണ്ണിൽ തെളിഞ്ഞു വരും. ഇതുപോലുള്ള യാത്രാ വിവരണങ്ങൾ ഇനിയും വായിക്കണം എന്ന് തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ SK പൊറ്റക്കാടിന്റെ ബൊഹീമിയൻ ചിത്രങ്ങൾ എന്ന പുസ്തകം വായിച്ചു. 5 രാജ്യങ്ങളെ തൊട്ടുരുമ്മി യൂറോപ്പിനകമേ മേവുന്ന ചന്തവും ചൈതന്യവും ഉള്ളൊരു നാട്ടിൽ നിന്ന്, ചെക്കോസ്ലോവാക്യയിൽ നിന്ന് പൊറ്റക്കാട് പകർത്തിയ കാഴ്ചകളാണ് ഈ ചിത്രദർശിനിയിൽ. ബൊഹീമിയ, മൊറാവ്യ, സ്ലോവാക്യ ചായക്കൂട്ടിൽ മുക്കി ഇതിനുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്നു മലയാളത്തിന്റെ പ്രിയ സഞ്ചാരി. വായിക്കുമ്പോൾ നമുക്കും അവിടേക്ക് പോകാൻ തോന്നും. നീ എന്തായാലും ആ ബുക്ക് വായനശാലയിൽ നിന്ന് എടുത്തു വായിക്കണം. നിനക്ക് ഒത്തിരി ഇഷ്ടമാകും. പുസ്തകം വായിച്ച് വിവരം നീ മറുപടി കത്തിലൂടെ അയക്കണേ എന്ന് അപ്പു. ഒപ്പ്. പ്രവർത്തനം 4. ആസ്വാദനം തയ്യാറാക്കുക. താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിക്കൂ. കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഒരു മരം എന്ന കവിതയാണ് കേട്ടോ തന്നിട്ടുള്ളത്.
ഒരു കുരു മണ്ണിൽ നട്ടു നനച്ചാൽ ഒരു മരമായിടും. ആ മരം ഒരു വൻമരമായി തീർന്നാൽ ഭൂമി തണുത്തിയിടും. ആ മരമരുളും തണലിൽ 1000 ആളുകൾ എത്തിയിടും. ഓമൽ പറവകൾ 1000 ആഗതരായി പാടും. ആ മരമരുളും കുളിരിൽ ചെടികൾ ആകെ മറന്നാടും. കാറ്റും മഴയും വെയിലും മഞ്ഞും കൂട്ടിനണഞ്ഞിടും. ഒരു കുരു മണ്ണിൽ നട്ടു നനച്ചാൽ ഒരു മരമായിടും. ആ മരം ഒരു വൻമരമായി തീർന്നാൽ ഭൂമി തണുത്തിയിടും. മലയത്ത് അപ്പുണ്ണി എഴുതിയ ഒരു കവിതയാണ് ഈ ഒരു മരം എന്ന കവിത. ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ അത് നമുക്ക് എത്രമാത്രം അനുഗ്രഹമായി മാറും എന്ന സന്ദേശം നൽകുന്ന കവിതയാണ് മലയത്ത് അപ്പുണ്ണിയുടെ ഒരു മരം. ഒരു വിത്ത് ഈ ഭൂമിയിൽ നട്ടു നനച്ച് വളർത്തിയാൽ ഒരു മരമായി മാറും. ആ മരം വളർന്നു വലുതായാൽ ഈ ഭൂമിക്ക് തണലായത് നിലകൊള്ളും. ഒരു വലിയ മരമായി അത് വളർന്നു കഴിയുമ്പോൾ അതിന്റെ തണലിൽ വിശ്രമിക്കാൻ ധാരാളം ആളുകൾ വന്നെത്തും. ധാരാളം പറവകൾ അവിടെ കൂടൊരുക്കും. അവരുടെ പാട്ടുകളിൽ ആ പ്രദേശമാകെ മുഖരിതമാകും. ആ മരം നൽകുന്ന തണുപ്പിൽ കുഞ്ഞു ചെടികൾ ആടിപ്പാടി നിൽക്കും. കാറ്റും മഴയും മഞ്ഞും എല്ലാം കാലം തെറ്റാതെ കൃത്യമായി വന്നു ചേരും. ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ഇത്രയും മഹത്തായ ഒരു ആവാസ വസ്തു രൂപപ്പെടുന്നത്. ഒരു മരമെങ്കിലും നാം താൻ നട്ടുവളർത്തി ഭൂമിക്ക് തണലും തണുപ്പും നൽകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ കവിതയിലൂടെ കവി. മരമരുളും തണൽ, ഓമൽ പറവകൾ തുടങ്ങിയ പദങ്ങൾ കവിതയ്ക്ക് ഭംഗി നൽകുന്നവയാണ്. അപ്പൊ മക്കളെ, ഇത്രയും മോഡലിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ചാനലിൽ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് അതും കൂടെ പഠിക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി എക്സാമിന് വരുന്ന പോർഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോർഷൻസ് നോക്കിയിട്ട് നല്ലതുപോലെ ആ പാഠഭാഗങ്ങളൊക്കെ വായിക്കുക. ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്